എന്തുവാണ് ഞാനും ഉണ്ട് ഈ സ്റ്റോയില്. എന്തുവാണ് ഈ പിള്ളേരെയൊക്കെ കാണുമ്പോ എന്നെ കൂടെ വിളിക്കാത്ത എന്ത് സംഭവം? ഇത് നമ്മുടെ ഫാൻസ് ഒന്നും അല്ല. ആണ് എനിക്കറിയാം. അതാണ്, പക്ഷെ എന്നാൽ അതിനല്ല ഇപ്പൊ ഇവരോട് നിക്കുന്നത്. ഞാനും ഉണ്ട് ആങ്കറാണ്. കല്യാണം എടാ, എന്റെ കല്യാണം നിശ്ചയം കഴിഞ്ഞില്ലേ? അതിന്റെ ഡേറ്റ് അറിയുന്നുണ്ട്. എന്നാ ഡേറ്റ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അത് ഞാൻ പറയാം. അതിന് നിങ്ങൾ സ്ഥിരമായിട്ട് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറിയതാ കാരണം കേട്ടോ. അപ്പൊ അടിച്ചു കേറി നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE Harmony ചിട്ടികൾ with special partner ISSD require a job, acquire a skill and happy jam. അപ്പൊ നമ്മുടെ ഷോയുടെ പേരെന്താണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്താ എന്റെ പേര്? അത് പറയൂ, നാറ്റിക്കരുത് പ്ലീസ്. അവന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാരും എന്റെ പേരും പറയണം പ്ലീസ്. വിജയ് എന്ന പേരും ഒരു തോൽവി എക്സ്പ്രഷനും. ഒന്ന് വിജയ് എന്ന് പറയുമ്പോ പറയൂ. അതെ അതെ. ഇനി ഇതാരാന്നറിയാവോ? അതാരാണെന്ന് നിനക്കറിഞ്ഞൂടെങ്കിൽ നീ എന്റെ അടുത്ത് ചോദിക്കുക അതാരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതാരാണെന്നും അതാരാണെന്ന്. അങ്ങനെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ചളി അടിച്ചുകൊണ്ട് വിജയ് തന്നെ പറയുന്നതായിരിക്കും ഇതാര്. സൂര്യ ടിവിയിൽ നിങ്ങൾ പ്രേമപൂജ എന്ന് പറഞ്ഞ സീരിയൽ കാണാറുണ്ടോ? അതില് പൂജയും ആദിക്കും പൂജയ്ക്കും നല്ലൊരു കയ്യട്ടി കൊടുക്കൂ. അളിയാ ഇത് നാട് ഏതെന്ന് അറിയാമോ? പിന്നെ അല്ല, ആലപ്പുഴ. Make some noise. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഓരോ പുൽക്കൊടിയും പ്രതിഭകളാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്ക, തകഴി ശിവശങ്കരപിള്ള, ഇരിയമ്മൻ തമ്പി, നമ്മുടെ ഫാസിൽ സാർ ഡയറക്ടർ, ശ്രീകുമാരൻ തമ്പി, നമ്മുടെ ഫഹദ് ഫാസിൽ, നെടുമുടി വേണു, KPSC ലളിത. രാത്രി ഉറങ്ങിയില്ല. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങുന്ന പ്രതിഭകളുടെ ഒരു കലവറയാണ് അളിയാ ഈ ആലപ്പുഴ. ശരി, അപ്പോ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ എന്തായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. നിങ്ങളൊന്ന് പുറകിലേക്ക് നോക്കൂ. കണ്ടില്ലേ? ഒരു ലോറിയിൽ 1,05,000 രൂപയുടെ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത്. ചെറിയ സമ്മാനമല്ല ഇതൊക്കെ. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഫ്രിഡ്ജ്, AC, മിക്സർ, ഫ്രയർ, TV, അങ്ങോട്ട് വാഷിംഗ് മെഷീൻ. നമ്മളൊരു ഗെയിം കളിക്കുന്നു ഫണ്ണായിട്ട്. അതിൽ വിജയിക്കുന്നവർക്ക് 1,05,000 രൂപയുടെ സമ്മാനങ്ങളുമായി വീട്ടിൽ പോകാം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയിൽ പാതിരാപ്പള്ളിയിൽ കിടിലങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂൾ ഉണ്ട് അളി. അതിന്റെ പേര് പറ. ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ. ഭാവിയിലെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ? താങ്ക് യു. നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാനായി പാതിരാപ്പള്ളിയിൽ നിന്നും ഞങ്ങൾ ഓഡിഷൻ ചെയ്ത് തിരഞ്ഞെടുത്ത 6 മിടുക്കന്മാരും മിടുക്കത്തികളും നിങ്ങൾ 6 പേരിൽ ആകെ 2 പേർക്ക് മാത്രമേ ആദ്യം മത്സരിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ടാസ്ക് അടിച്ചു മാറ്റൽ. നിങ്ങൾക്ക് 1 മിനിറ്റ് സമയമുണ്ട്. ഈ 1 മിനിറ്റ് സമയത്തിൽ നിങ്ങൾ ഓഡിയൻസിന്റെ ഇടയിലേക്ക് പോയി നിങ്ങളുടേതല്ലാത്ത സാധനങ്ങൾ, മൊബൈൽ ഫോൺ, വാച്ച്, എന്ത് വേണോ അവരുടെ പിടിച്ചു പറിക്കാം. അങ്ങനെ എന്ത് വേണം ചെയ്യാം. അതായത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഇപ്പൊ തോന്നുന്നു ഇത്രയും രസകരമായ ഒരു വെന്യൂ, ഞാനും നീയും പൂജയും ആദിയും എല്ലാരും കൂടെ നിൽക്കുമ്പോഴേ നമ്മുടെ കൂട്ടത്തിലൊക്കെ വന്ന് നിന്ന് ഇതിലൊരു പങ്കെടുത്താൽ പറ്റൂലേ എന്ന് അവർക്കൊരു വിഷമം തോന്നും. ഈ സൈഡിൽ നിന്ന് ആരാ വരുന്നേ? ശരി, ഇത് ഏതാ ചേട്ടൻ എന്നറിയാലോ അല്ലേ? ആരാ പറ. ഹോസ്റ്റൽ വാർഡനാണ്. ഭഗവാൻ ഇവിടുത്തെ ടെററാണ്, ജയിലർ. ആള് സ്ട്രിക്റ്റ് ആണോ പാവാണോ? നന്നായിട്ട് പതപ്പിച്ച് വെച്ചോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ പരിപാടിയാണ്. ഇവരുടെ ഇടയിലേക്ക് പോവുക, വിലപിടിപ്പുള്ള സാധനങ്ങളുമായി വരിക. നിങ്ങൾക്ക് 1 മിനിറ്റ് സമയമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോ എന്റെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്സ്, നിങ്ങൾ റെഡി അല്ലേ? And here we go. Your time starts now.
എത്തുന്നവർക്കാണ് എന്നാ വട കൊടുക്ക്. ഇത് ഞാൻ എവിടെ വെച്ച് വെക്കും? എന്റെ ടീം അവിടെ ഈ ഐ ഡി കാർഡ് ഒന്നും ആർക്കും വേണ്ട ചേച്ചി. ഇതുകൊണ്ട് കൊടുത്തിട്ട് നല്ല വില കൂടിയ സാധനം മാറ്റോട്ട് വാ. മതി. 8 7 6 5 4 3 2 1 നിങ്ങളുടെ കയ്യിൽ വെച്ചോ സാധനങ്ങൾ. ആങ്കർ ചെയ്യോ? ഞാൻ ഇതൊക്കെ കൊണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വിറ്റോട്ട്. ഒരു മിനിറ്റ് ഏതെടുത്താലും 10 ഏതെടുത്താലും 10. വാച്ചുകൾ ഇന്നലെ മേടിച്ച ഐഫോൺ ഇതാ ഇന്ന് വിൽക്കുന്നു. ഇതാ ഇന്നലത്തെ കുപ്പി ഇന്ന് വെറും മിതമായ വില. ഇതെന്ത് സാധനമാണ് ഭഗവാനെ? ശരി, നിങ്ങൾ 4 പേരുമാണ് ആദ്യം വന്നേക്കുന്നത്. അപ്പോ നിങ്ങൾ 4 പേരിൽ ആരാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഷാനുപ്രിയ ആൻഡ് സന്തോഷ് ചേട്ടനാണ് സെലക്ടഡ് ആയിട്ടുള്ളത്. അയ്യോ സന്തോഷേട്ടൻ, എന്താ ഒരു സന്തോഷം. എടാ പിള്ളേർക്കാണ് സന്തോഷം. പിള്ളേര് നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ സന്തോഷ് സാറിന്. കാര്യം എന്തെന്നറിയാമോ? നമ്മുടെ സന്തോഷ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽഫ സ്കൂളിലെ ഫിസിക്സ് പ്രൊഫസറാണടാ. പ്രൊഫസർ, നിങ്ങൾക്കൊക്കെ ഉള്ള അവസരങ്ങൾ ഇനിയുള്ള ലെവലുകളിൽ വരും. വീണ്ടും സെലക്ഷൻസ് ഒക്കെ വരും കേട്ടോ. ഇനി പോകെ ട്വിസ്റ്റുകളും ടേണുകളും ആണ്. അപ്പൊ നിങ്ങൾക്ക് അവസരം ലഭിക്കും. അങ്ങനെ മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വായിൽ പിടിച്ചു പറി റൗണ്ടുമായിട്ട് ഒരുപാട് സാധനങ്ങൾ പിടിച്ചു പറിച്ചുകൊണ്ട് ഒരു ചുണക്കുട്ടനും ഒരു ചുണക്കുട്ടിയും നമ്മുടെ അടുത്ത്. അതെ, അപ്പൊ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് പറയൂ. എന്റെ പേര് സന്തോഷ്. എന്ത് ചെയ്യുന്നു സന്തോഷ് ചേട്ടാ? ഞാൻ അധ്യാപകനാണ്. എവിടെ? ഈ ജീനിയസ് സ്കൂളിൽ ആൽഫ ജീനിയസ്. ഇനി എന്താ ചേട്ടന്റെ വേറെ ഹോബീസ്? ഹോബികൾ എന്ന് പറയാനായിട്ട് ചേട്ടൻ മിമിക്രി ഒക്കെ ചെയ്യുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ചെറിയൊരു ഒരെണ്ണം. അപ്പൊ നമ്മുടെ വിനയ് ഫോർഡിനെ ജസ്റ്റ് ഒന്ന് അനുകരിച്ച് നോക്കാം. ജാവ സിമ്പിൾ ആണ്, സൂപ്പർ ആണല്ലേ? ജാവ വളരെ നല്ലല്ലേ അല്ലേ മക്കളെ? അതെ, ഈ അടിച്ച് കയറി പരിപാടി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് ഇവരൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എല്ലാരും ഒന്ന് ഒരുമിച്ചൊന്ന് കൈ അടിച്ചു കൊടുത്തേ. കണ്ട നമ്മൾ ഇറക്കിയ ഐറ്റത്തിനെ കണ്ട കലാകാരനെയാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. അത് ഇവിടെ ഈ സ്കൂളിലെ തിണ്ണമെടുക്കാണ് നീ കാണുന്നത്. പക്ഷെ ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഇവിടത്തെ വാർഡ് മെമ്പറാണ്. ഒരു സ്കൂളല്ല, ഒരു ജനസമുദ്രമാണ് അവിടെ ഉള്ളത്. ഇനി എന്റെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ഈ വേദിയിൽ നിങ്ങളുടെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. നോക്കട്ടെ പ്ലീസ്. എന്റെ പേര് ഷാനുപ്രിയ. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്ത്, അതായത് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പറാണ്. പിന്നെ ഇവര് പറഞ്ഞ പോലെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഹോബീസിന് എനിക്ക് നേരം കിട്ടാറില്ല സത്യത്തില്. കൂടുതലും പൊതുപ്രവർത്തനവും വാർഡിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. വെരി ഗുഡ്. നമ്മുടെ ലെവൽ 1 മത്സരത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ മത്സരത്തിൽ ഈ ലെവലിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 5000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. ഒരു എയർ ഫ്രയറും ഒരു അയൺ ബോക്സുമാണ് ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. യെസ്, നമുക്ക് എല്ലാവരും തേച്ച് കിടത്തണം. സന്തോഷമായിട്ട് ജയിക്കുന്ന ഉറപ്പുള്ളവരൊന്ന് ഉച്ച ഉണ്ടാക്കിയേ. പക്ഷേ ഞാൻ പറയുകയാണ്, നമ്മുടെ ഷാനുപ്രിയ ചേച്ചി ജയിക്കും എന്നുള്ള ഒരു ഒച്ച ഉണ്ടാക്കരുത്. കാര്യം ഈ വേദി കിടുങ്ങും, ചിലപ്പോ ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് ഇപ്പൊ അമൈതി ജയിച്ചു കഴിഞ്ഞാണ് നമ്മുടെ ഒച്ച. ആരും ഇല്ലാത്തോണ്ടല്ല, ആരും ഇല്ലെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഞാൻ 3 2 1 എണ്ണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കിടുങ്ങണം. ഇവരൊക്കെ പറഞ്ഞാണ്ട് അവിടെ പോയി ഒട്ടിയിരിക്കണം. പറക്കാൻ പോവാണ്. 3 2 1. ഒരു വിരലനങ്ങിയോ? ഇതാണ് ഇവൻ പറപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു. സന്തോഷേട്ടാ, ഇവൻ ഈ ലെവല് കഴിയുമ്പോ പറപ്പിച്ച് വിടണം. ഉറപ്പല്ലേ? ഓക്കെ അല്ലേ? അതെ, നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഗെയിമിന്റെ സെറ്റപ്പ് കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടല്ലോ. ഇവിടെ ഒരു ചെയറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ചെയറിലേക്ക് ഇരിക്കണം. ഈ ബിസ്ക്കറ്റ് നിങ്ങളുടെ നെറ്റിയിൽ ഞങ്ങൾ വെക്കുന്നു. അല്ല, നിങ്ങൾ തന്നെ എടുത്ത് വെച്ചോട്ടാ. വെക്കുന്നു. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട് നിങ്ങളെ ഇങ്ങനെയൊക്കെ കാണിച്ച് ബിസ്ക്കറ്റ് കഴിക്കണം. അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഈ ക്രീം ബിസ്ക്കറ്റ് കഴിക്കണത് അവരായിരിക്കും ഈ ലെവലിൽ ജയിക്കണത്. അതുകൊണ്ട് ഈ ബിസ്ക്കറ്റ് ആരും കഴിക്കണ്ട കേട്ടോ. ഇതിവ നന്നായിട്ട് കൊതി വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്നവര് ഈ ലെവല് കംപ്ലീറ്റ് ഇവിടെ കാണൂല. അതുകൊണ്ട് ഇതിന് ഞാൻ ഒളിപ്പിച്ച് വെക്കാം. ബിസ്ക്കറ്റ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ താഴെ പോയി കഴിഞ്ഞാൽ ക്യാൻസൽ. ആ ബിസ്ക്കറ്റ് നമ്മൾ അടുത്ത ബിസ്ക്കറ്റ് എടുത്ത് വെക്കാം. 3 2 1 ഗോ. അടുത്തേട് അത് പോട്ടെ. അവൻ
അവൻ സാറിന്റെ കരങ്ങളിലേക്ക് തന്നെ വരും. 20 സെക്കൻഡ്. സാർ യെസ്, മൂക്കിന്ന് തുപ്പിക്കൊണ്ടിട്. ചീറ്റി ഇടൂ. വായ്ക്ക് മീശ തഴുകി വരട്ടെ. മീശയിൽ നിന്ന് തടി. അത് തന്നെ. ഒന്നുകൂടെ. യു കൻ ഡു ഇറ്റ്. സാർ ടെക്നിക്ക് കിട്ടിയിട്ടുണ്ട്. സാർ നെറ്റിയിലെ ചന്ദനം കുറച്ച് തിന്നിട്ടുണ്ട്. പേടിക്കണ്ട. സാർ വരും. അങ്ങോട്ട് ചരിച്ച് സാറേ മുഖം. എന്നിട്ട് വലിച്ചെടുക്കൂ. പറ്റും. സാറിന് പറ്റും. സാറേ 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 ഒരെണ്ണോങ്കിലും തിന്നി സാറേ. അയ്യോ, ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം നമ്മുടെ ഷാനുപ്രിയ ചേച്ചിയാണ് ഇന്ന് വിൻ ചെയ്തിരിക്കുന്നത്. Welcome back to My G Future Adichu Keriva, co-branded by KSFE Harmony Chittigal. With special partner ISSD, require a job, acquire a skill and happy. അങ്ങനെ ആദ്യത്തെ ലെവൽ മത്സരം ഒരുപാട് വെല്ലുവിളികളും ഗീർവാടങ്ങളും ഒക്കെ കേട്ട് തളരാതെ എന്റെ പ്രിയപ്പെട്ട 1-ാം വാർഡിലെ മെമ്പറായ ഷാനുപ്രിയ ബിസ്ക്കറ്റ് മനോഹരമായി കടിച്ചു പൊടിച്ച് തവിട് പൊടിയാക്കി ജയിച്ചിരിക്കുകയാണ്. 5000 രൂപയുടെ എയർ ഫ്രയർ ആൻഡ് അയൺ ബോക്സ്. ഞങ്ങൾക്ക് സംഭവം ബിസ്ക്കറ്റ് ആയിട്ടാണ് നമ്മൾ തോറ്റത്. നമുക്ക് ലോക്കൽ ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. കുക്കീസ് ഒക്കെ ആയിരുന്നു നമ്മൾ ചിലപ്പോൾ പിടിച്ചത്. തോറ്റിട്ട് വന്നേക്കണം. ഇത്രയും നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓഡിയൻസിനോട് ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പൂജ ഗർഭിണിയാണ്. പൂജയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണ്? ഷാനു. ഷാനു കറക്റ്റ് ആൻസർ ആണ്. ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഡെന്റോ ക്ലിനിക് ജർമ്മൻ ഡിസൈൻ ടൂത്ത് ബ്രഷ് നൽകുന്ന ഒരു സമ്മാനമാണ്. ചേച്ചിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. കന്യാദാനത്തിലെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്ന നടൻ ആരാണ്? ദേവൻ. ഇതാ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. നന്ദികേശം ഹെർബൽ ഹെയർ ഓയിൽ നൽകുന്ന ഒരു കിടിലം സമ്മാനമുണ്ട്. താങ്ക് യു. അപ്പൊ ലെവൽ 2 റൗണ്ടിലേക്ക് നമുക്ക് പോകാം. ഈ ലെവൽ 2 കഴിഞ്ഞ ഒരു ട്വിസ്റ്റ് ഉണ്ട് ചേട്ടാ. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ജയിക്കണേ. പേരങ്ങോട്ട് പറഞ്ഞു. പോകണോ വേണ്ടയോ? അടുത്ത ലെവലിലുണ്ടല്ലോ എന്റെ ഷാനുപ്രിയക്ക് കിട്ടാൻ പോകുന്നത്. നോക്കിയിരുന്നാ മതി. കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? വാട്ടർ പ്യൂരിഫയർ, കെറ്റിൽ, മിക്സി 10000 രൂപയുടെ. അങ്ങനെ ടോട്ടൽ സമ്മാനം ഫസ്റ്റ് ലെവലിൽ കൂടെ ചേർത്ത് എത്രയുടെയാ? 15000 രൂപയുടെ സമ്മാനങ്ങളാണ്. ഈ റൗണ്ട് ജയിച്ചിട്ട് എന്റെ സന്തോഷേട്ടൻ കൊണ്ട് വീട്ടിൽ പോകാൻ പോകണം. ലെവൽ 2ന്റെ സെറ്റപ്പ് കണ്ടല്ലോ. വളരെ സിമ്പിൾ സെറ്റപ്പ് ആണ്. അതായത് ഞങ്ങളൊരു കാര്യം പറയുന്നത് കൊണ്ട് വരയ്ക്കണം. 60 സെക്കൻഡ് സമയമുള്ളൂ. ഒന്നുമില്ല, ഒരു ലോറി വരയ്ക്കണം, ഒരു ഫ്രിഡ്ജ് വേണം ആ ലോറിയിൽ, ഒരു AC, ഒരു TV. ഇങ്ങനെ 3 ഐറ്റംസും ആ ലോറിയുടെ ബാക്കിൽ വരണം. അങ്ങനെ ഒരു പടം നിങ്ങൾ വരയ്ക്കണം 60 സെക്കൻഡ്. നിങ്ങൾ വരയ്ക്കും, പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ കണ്ണ് നമ്മൾ നൈസായിട്ടൊന്ന് കെട്ടും. സാറേ, ഇത് ജയിച്ചില്ലെങ്കിൽ സാറിനെ 12 ഇട്ട് പൂട്ടുമെന്നാണ് പിള്ളേര് പറഞ്ഞേക്കുന്നത്. 15000 രൂപയുടെ സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ഈ ഫ്രിഡ്ജിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിക്കോണം ഇവൻ പറയുമ്പോ. Sir, your time starts now. ടയർ കറക്റ്റ് ആണ്. അടുത്ത ടയർ വരട്ടെ. പുറകോട്ട് ഇനി മറ്റേ ലോഡിംഗ് ഏരിയ. ഇത് കണ്ണ് കാണാം. ഇല്ല. ലോറിക്ക് എന്താ മീശ വരച്ചു കൊടുക്കുവാണ് സാറേ? എളുപ്പം. എന്റെ ഷാനുപ്രിയ അങ്ങേര് അവിടെ ചറവറ വരയ്ക്കുന്നത്. അങ്ങേര് കണ്ണുമൂട്ടിയാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2, 1, 0. Okay, sir, time up. സാറിന് കണ്ണ് കാണുന്ന ഒരു സംശയം ഇവിടെ പലർക്കുണ്ട്. അളിയ വന്ന് നോക്ക്. എനിക്ക് സംശയമുണ്ട്. സാറിനെ തൃക്കണ്ണുണ്ട്, ജ്ഞാനദൃഷ്ടിയുണ്ട്, നെഞ്ചിലൂലം കണ്ണുണ്ടാ. സത്യം പറ. ഈ ചേച്ചിയുടെ ലോറി നോക്കട്ടെ. ഇവിടെ ലോറി ഇല്ല. ഇവിടത്തെ ലോറി ഇന്നലെ ഓട്ടം പോയി. ഇത് ലോറിയും കുറെ കുഞ്ഞുങ്ങളും. കണ്ട. ഞങ്ങളുടെ ഫിസിക്സ് സാറിന്റെ ലോറി കണ്ടോ?
ലോറിക്ക് ലോറി, ഫ്രിഡ്ജിന് ഫ്രിഡ്ജ്, എ സിക്ക് എ സി, 2 ടയർ. സാറ് ബോർഡും ചോക്കുമായിട്ട് ജനിച്ചപ്പോ തൊട്ടേ സെറ്റാണ് അല്ലേ? ഫസ്റ്റ് ലെവലിലെ ചേച്ചി നേടിയെടുത്ത 5000 രൂപയുടെ സമ്മാനവും ഈ ലെവലിലെ 10000 രൂപയുടെ സമ്മാനവും കൂടെ ചേർത്ത് ടോട്ടൽ 15,000 റുപ്പീസിന്റെ സമ്മാനങ്ങൾ നേടിയിരിക്കുന്നു. ഫസ്റ്റ് ലെവലിൽ ചേച്ചി ജയിച്ചത് കൊണ്ട് ചേച്ചിക്ക് 3rd ലെവലിലോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ലെവലിൽ ചിലപ്പം എലിമിനേറ്റ് ആവേണ്ട ഒരു സാഹചര്യം, ഒരു സംഭവം ഉണ്ടായിരുന്നു. പോകണോ വേണ്ടയോ? പക്ഷെ നമ്മളിപ്പോ തുല്യത പാലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സന്തോഷേട്ടന്റെ വൈഫ് ഒരു സിനിമ നടിയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ആ സെലിബ്രിറ്റിയുടെ ഭർത്താവാടാ നിൽക്കുന്നത്. സീരിയൽ അല്ലേ? എന്താ പേര്? വീണ. എനിക്ക് അറിയാൻ വേണ്ടി ചേച്ചി. പൂജയിലെ നമ്മുടെ 2 മിഥുനങ്ങൾ വന്ന് ഇവിടെ നിപ്പുണ്ട്. ഇവരോട് എന്തെങ്കിലും ചോദിക്കാതെ എങ്ങനെയാ ഇനി മുമ്പോട്ട്? അത് സത്യമാണ് കേട്ടോ. കാര്യം ഇന്ന് ഇവരെ കാണാനായിട്ട് എത്ര പ്രേക്ഷകരായിരിക്കും TV ഓൺ ചെയ്തും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആദി, നിങ്ങളുടെ പ്രേമത്തിന്റെ പരിപാടി എങ്ങനെയാ ഒന്ന് പറഞ്ഞു? കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു വരാന്തയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് വരാന്തയിലൂടെ ഇവള് വന്നത്. അപ്പോ എനിക്ക് ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൂജയെടുത്ത് പോയി ഇഷ്ടം പറഞ്ഞു. അപ്പൊ പൂജ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അവസാനം ആ സത്യം അവൾ എന്നോട് തുറന്നു പറഞ്ഞു. എന്താണത്? അവൾക്ക് അറിയില്ല അതിനുണ്ടെന്ന്. ആരായിരുന്നു കമുകൻ? ഷാനു. ഷാനു, എന്താ പിന്നെ ഈ പാവം പൈതലിനോട് ആദ്യമേ പറയാ? ഷാനു പറഞ്ഞിരുന്നു എന്നോട് നമ്മൾ തമ്മിലുള്ള റിലേഷൻ വേറെ ആരും അറിയരുത് എന്നുള്ള. അതായത് കോളേജ് തീരും വരെ ഇതൊരു സീക്രട്ട് ആയിരിക്കണം. ഷാനു ഒരു കടപ്പുറത്ത് വളർന്ന ഒരാളാണ്. പൂജ IAS കാരുടെ മകളാണ്. അമ്മ അച്ഛനും മായയും ശ്രീനിവാസനും IAS കാരനാണ്. അങ്ങനെ നമ്പർ ഓഫ് ഇഷ്യൂസ് മനസ്സിലായി. യൂഷ്വലി ഈ പറയുന്ന തേക്ക ഉദ്ദേശമുള്ള പെമ്പിള്ളേരൊക്കെ ഒരു ചളി. ഇനി ഈ തേപ്പിന്റെ കഥ നമുക്ക് പോകെ പോകെ കേട്ട് മനസ്സിലാക്കാം. ഈ പൂജ വീട്ടിൽ വെച്ച് പൂജിക്കുന്നത് തേപ്പൊട്ടിയാണ്. എല്ലാരും ഒന്ന് ചിരിക്കോ. KSFE ഹാർമണി ചിട്ടികളിൽ ചേരുന്ന ആദ്യത്തെ 100 പേർക്ക് സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ഒരു സമ്മാനം കാത്തിരിപ്പുണ്ട്. ഓടിപ്പോയി ചിട്ടി ചേർന്നു. ഇവന്റെ ചളു നിന്ന് ഇപ്പൊ രക്ഷപ്പെടാം. അപ്പൊ നമുക്ക് 3ാമത്തെ ലെവലിലേക്ക് പോകാം. നമ്മൾ പോകാൻ പോവാണ് 3rd ലെവൽ ഇൻ മൈ ജി ഫ്യൂച്ചർ. അടിച്ചു കയറി വാ. അടുത്ത ലെവലിൽ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ആളായ എന്റെ വാർഡ് മെമ്പറിന് 15,000 രൂപയുടെ വാഷിംഗ് മെഷീൻ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കിട്ടാൻ പോകുന്നത് എത്രയാണ് അളിയാ? 30,000 രൂപയുടെ സമ്മാനമാണ് ഈ ലെവൽ 3 കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ടിഷ്യൂ റോള് ഇങ്ങനെ പതുക്കെ ഉരുട്ടി എടുക്കുക. ആ ഗ്ലാസ് ഏറ്റവും മാക്സിമം എത്തിക്കുക. 2 ടിഷ്യൂ റോൾസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയമാണുള്ളത്. ഈ 60 സെക്കൻഡ് സമയത്ത് ഈ ഗ്ലാസ്സിൽ നിന്നും വെള്ളം തുളുമ്പാതെ ഏറ്റവും അടുത്തെത്തിക്കുന്ന ആള് വിജയ്. 3, 2, 1 ഗോ. സ്ലോയൊക്കെ മനസ്സിൽ വരട്ടെ സാറേ. എവരി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ അണ്ടിൽ ഓരോ സ്ഥാനാർത്ഥികളെ ഓരോ വോട്ടർമാരെ വലിക്കണമല്ലോ ഇങ്ങോട്ട് വലി സാറേ. ആകർഷണമാണ് മല്ലക്കേറി പോകേണ്ടേ. അവിടെ തലേ കുത്തി അയ്യോ കാണട്ടെ. ജഡ്ജസ്മാർ ആ ഒരു തീരുമാനം എന്നിട്ട് വേണം. എന്ത് തീരുമാനം? നമ്മളെ പഞ്ചായത്ത് മെമ്പർ തന്നെ. ഒന്നാം വാർഡിന്റെ പൊന്നോമന പുത്രിയായ ഷാനുപ്രിയ ഇതാ 30,000 രൂപയുടെ ഗൃഹോപകരണങ്ങളുമായി ഇതാ വീട്ടിലേക്ക് വരുന്ന കാഴ്ച കാണാൻ പോകുന്നതാണ്. അതെ, നമ്മളെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന നമ്മുടെ ഓഡിയൻസിന് ഒരു സമ്മാനം കൊടുക്കണ്ടേ? അത് വേണം. രോഹിത് രാജേഷ്. അപ്പൊ രോഹിത്തിന് സമ്മാനമായി ലഭിക്കുന്നു ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ആമ്പർ ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ. ഈ കവറിലുണ്ട്. ട്രൈ ചെയ്യണം മോനെ കേട്ടാ. സാറിന് ഭാഗ്യമുണ്ടോ ഇല്ലയോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ജാക്ക് പോട്ട് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്.
ഈ റൗണ്ടിന്റെ പേരാണ് അടിച്ചു മോനെ. അടിച്ചു മോനയിൽ ആർക്കാണ് അടിച്ചതെന്നറിയാൻ നിങ്ങളൊന്ന് കാത്തിരിക്കണം. We are going for a short break. This is My G Future അടിച്ചു കേറുക, co-branded by KSFE Harmony ചിട്ടികൾ with special partner ISSD Require a Job, Acquire a Skill and Happy Jam. Welcome back to My G Future അടിച്ചു കേറുക, co-branded by KSFE Harmony ചിട്ടികൾ and special partner ISSD Require a Job, Acquire a Skill and Happy Jam. ചേച്ചി കണ്ടല്ലോ സെറ്റപ്പ്? കണ്ടു. സിമ്പിളാണ്. 2 കുടം തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിലൊരു കുടത്തിൽ നിങ്ങൾക്കൊരാൾക്കുള്ള ഭാഗ്യം ഒളിച്ചിരിപ്പുണ്ട്. ചേച്ചിക്ക് ഇതിൽ ഇഷ്ടമുള്ള കുടം അടിച്ച് പൊട്ടിക്കാം. ആ കുടത്തിനകത്ത് എന്താണോ ഉള്ളത് അത് ചേച്ചിക്ക് കിട്ടും. ഒന്നും ഇല്ലെങ്കിലോ അത് എന്റെ ഈ ഭാഗ്യമില്ലാത്ത സാറിന് കിട്ടും. നന്നായിട്ട് പ്രാർത്ഥിച്ചോണ്ട് ഏത് കുടം വേണമെങ്കിലും പൊട്ടിക്കാം കേട്ടോ. അയ്യോ, അതിനകത്ത് മുട്ട തുറക്കരുത്. കഴിഞ്ഞ മത്സരത്തിലിട്ട മുട്ടയാണ്. ഒന്നുമില്ലാത്ത ആ മുട്ട തുറക്കടാ. സന്തോഷ കാലിമുട്ടയാ, ഒന്നുമില്ല. കിട്ടിയില്ല. തുറക്ക്. എന്റെ വാർഡ് മെമ്പറെ തുറന്ന് അങ്ങോട്ട് കാണിച്ചു കൊടു. അല്ല, അവന്റെ സാധനമുണ്ട്. അയ്യോ, ഈ കളി ഇങ്ങനെയൊന്നും അല്ലടാ. അല്ല, എന്തോ താഴെ വീണടാ. എന്റെ മുട്ട. ഒരു ഫിസിക്സ് സാറാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഫിസിക്സിലെ കുട്ടികളാണ്. ഈ ചട്ടിയിലെ സാധനം ഇവിടെ വീഴും, ആ ചട്ടിയിലെ സാധനം അവിടെ വീഴും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഇത്. അപ്പൊ ഇത് ആരത്? അങ്ങനെ 30,000 രൂപയുടെ സമ്മാനം കിട്ടിയിരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടില്ലെങ്കിലും ഭാഗ്യം തുണച്ച് സാറിട്ട മുട്ട, ആ മുട്ടയ്ക്കകത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു 30,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. 30,000 രൂപ പോയെങ്കിലും നാളെ ചേച്ചിക്ക് മത്സരിക്കാൻ പറ്റും ലെവൽ 4-ല്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആ ലെവൽ 4 അതൊരു നോക്കൌട്ട് റൗണ്ട് ആണ്. അതിൽ പിന്നെ ഒരു കൺസിഡറേഷനും ഇല്ല. അതിൽ ഔട്ടാവുന്ന ആള് പുറത്തു വെക്കണം. അങ്ങനെ ആ ലെവൽ 4-ൽ ആരൊക്കെ മത്സരിക്കും, എങ്ങനെയൊക്കെ വിജയിക്കും, എന്തൊക്കെ കിട്ടുമെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കണം. അപ്പോ ഇന്ന് നിങ്ങൾ പോയി സുഖമായി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ തിരിച്ചു വരൂ. ഞങ്ങൾ നിങ്ങളെ കാത്ത് ഇവിടെ ഉണ്ടാവും. This is My G Future അടിച്ചു കേറുക, co-branded by KSFE Harmony ചിട്ടികൾ and special partner ISSD Require a Job, Acquire a Skill and Happy Jam. അടിച്ചു കേറുക. പതിവിലേറെ കളികളിൽ കിടലമാണ് ചടുല വേഗം.